ഷാജി, കള്ളന്മാരെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഒന്നുമില്ലെങ്കിലും നിങ്ങളെ പ്രസവിച്ച് വളർത്തിയ ഒരു തള്ളയല്ലേ. കള്ളന്മാരെയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? വളരെ മോശമല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെ തള്ളന്മാർ നമ്മളെ പ്രസവിച്ച് വളർത്തി കഷ്ടപ്പെട്ട് ഇത്രത്തോളം എത്തിച്ച് അവർ വയസ്സല്ലപ്പം അവരെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. നിങ്ങൾ ഈ ചീത്ത വിളിക്കുന്നത് ഈ യൂട്യൂബിൽ കൂടെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മറ്റോളം എല്ലാം വിളിക്കുന്ന ഈ കണ്ട ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, സ്വന്തം തള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ. നാളെ നിങ്ങളും അവരുടെ ഇതേ അവസ്ഥയിലോട്ടാണ് വരുന്നത്. നിങ്ങളെ ഈ 3 മക്കളെ അവരാണ് വളർത്തുന്നതെന്ന് പറയുന്നു. ഈ 3 മക്കൾ വളർന്നു വരുമ്പോൾ നാളെ നിങ്ങളോട് ഇതിനപ്പുറമായിരിക്കും കാണിക്കുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ ഈ 3 മക്കളും നിങ്ങളെ തള്ളയോടെ കാണിക്കുന്നത് അവർ കണ്ടും കേട്ടും ഇരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ഭർത്താവ് മരിച്ചു പോയതിന് ശേഷം ഈ 3 മക്കളെയും കാര്യങ്ങളെല്ലാം നോക്കുന്ന അവരാണ്. നിങ്ങൾ 3, 4, 5 ദിവസം കഴിഞ്ഞൊക്കെയാണ് വീട്ടിൽ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ മക്കൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ വന്ന കാലത്ത് ഒരു കുഞ്ഞിനെ വളർത്താൻ ഇപ്പോഴത്തെ ഫാമിലിക്ക് പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ 3 മക്കളെ കാര്യങ്ങൾ അവർ ഒറ്റയ്ക്ക് പള്ളിയിലും വിട്ട് സ്കൂളിലും വിട്ട് അവർക്ക് ചോറും വെച്ചോട്ട് തരാം, തുണിയും കഴുകി നോക്കണമെന്നൊക്കെ പറഞ്ഞാലേ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയാമോ? അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ പറ്റാത്തതുകൊണ്ടല്ലേ അപ്പോൾ ആ തള്ള ബുദ്ധിമുട്ട് ഇത്ര സ്കൂളിലൊക്കെ വിടുന്നത്. അപ്പോൾ ആ തള്ളയെ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അതൊക്കെ വളരെ മോശമല്ലേ. ഒന്നുമില്ലേലും നമ്മളെ പ്രസവിച്ച തള്ളയില്ലേ. മോളെ ഷാജി, എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. വിതച്ചതേ കൊയ്യത്തുള്ളൂ. നീ എന്താണോ നിൻ്റെ അമ്മയോട് കാണിക്കുന്നത് അതായിരിക്കും നിനക്ക് നാളെ കിട്ടുന്നത്. നീ ഒരാളിൽ നിന്നാണ് അവർക്ക് പണി കിട്ടുന്നത്, നിനക്ക് 3 പേരിൽ നിന്നായിരിക്കും നിനക്ക് ഈ പണി കിട്ടുന്നത്. അതുകൊണ്ട് നീ കാത്തിരുന്നു നല്ല വൃത്തിയായിട്ട്. ഇപ്പോഴേ നല്ല ആഹാരമൊക്കെ കഴിച്ച് നീ നല്ല തൻ്റെ ഇടത്തോടുകൂടി കാത്തിരുന്ന മോളെ, നിനക്ക് പെട്ടിൻ്റെ പണി എപ്പോഴായാലും കിട്ടും കേട്ടാ. എനിക്കിത്രേ ഷാജിയോട് പറയാനുള്ളൂ. അപ്പോൾ ബൈ മോളെ. നമുക്ക് ഇനിയും കാണാം.